അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രസവ സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ട് നേരിട്ടു. പറഞ്ഞു കേട്ടുള്ള അറിവാ. ആദ്യം ഒരു കാലാ പറന്നത്. ഇന്നത്തെ ചികിത്സാ സമ്പ്രദായം ഒന്നുമില്ല. എൻ്റെ അമ്മാച്ചനെ കരുണാകരനെ പറഞ്ഞുള്ള അറിവാന്നേ എടുത്ത് തോളയിലിട്ട് വണ്ടിയോ വെള്ളം വല്ലതും ഉണ്ടോ. അപ്പം അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാ പിന്നീട് കാലി എന്നടിക്കുകയായിരുന്നെന്ന്. എങ്ങനെയോ ആശുപത്രി കൊണ്ടുപോയി അന്നത്തെ കാലത്ത് അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാർ പരിശോധിച്ച് പറഞ്ഞു രക്ഷപ്പെടുകയില്ലെന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ ഈ പെണ്ണിനെ രക്ഷപ്പെടുത്തുമില്ലേ പിള്ളേർ പോവും. അപ്പം എൻ്റെ വല്യമ്മച്ചി, അമ്മയുടെ അമ്മ, അമ്മച്ചിയുടെ പേര് കല്യാണിയമ്മ എന്നാ, പിന്നെ കാളിക്കൊച്ച എന്നാ എല്ലാവരും വിളിക്കുന്നത്. മറ്റേ അല്ല, ഇത് വേറെ. പുള്ളിക്കൊരു ചിരി, അത് വേറെ. പുള്ളിക്കാരി വലിയ മിടുക്കിയാ. അപ്പം വല്യമ്മച്ചി ഡോക്ടറോട് കയറി പറഞ്ഞു, കൊച്ചുങ്ങളെല്ലാം ചത്തോട്ട് എൻ്റെ പെണ്ണിനെ തരാൻ പറഞ്ഞു. കാരണം അമ്മയ്ക്ക് ഒറ്റ മോളെയുള്ള എൻ്റെ അമ്മ. വല്യമ്മച്ചിക്ക് 5 ആൺപിള്ളേരുണ്ടായിരുന്നു, 5ഉം മരിച്ചു. പിന്നെ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അതാ അമ്മ കയറിയേറ്റത്. വല്യമ്മച്ചി പറഞ്ഞു, കൊച്ചുങ്ങളെല്ലാം ചത്തോട്ട് എൻ്റെ പെണ്ണിനെ രക്ഷപ്പെടുത്തണമെന്ന്. ഡോക്ടർ പറഞ്ഞു നോക്കട്ടെ. അങ്ങനെ അന്നത്തെ ചികിത്സാ സമ്പ്രദായം അമ്മയുടെ ഭാഷയാകട്ടെ, എനിക്കതിൻ്റെ ശാസ്ത്രീയ വശം എന്താ കറണ്ട് അടിച്ചെന്നൊക്കെയായി പറയുന്നത്. അങ്ങനെ പ്രസവിപ്പിച്ചെന്നാ. 3 ആൺകുട്ടികളെ പ്രസവിച്ചു. ഡോക്ടർമാർ വിധി എഴുതി ചത്തുപോയെന്ന് 3. ഒരു മാംസകഷണവും. അമ്മയെ ശ്രദ്ധിച്ചെല്ലാവരും. ഇതെല്ലാം മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ്. വെളുപ്പിനെ ഈ കുഞ്ഞുങ്ങളെ 3ഉം പൊതിഞ്ഞ്, ഈ മാംസകഷണവും പൊതിഞ്ഞ് വീട്ടിൽ മറവ് ചെയ്യാൻ ഒരു സിസ്റ്റർ വന്ന് പൊതിഞ്ഞുകൊണ്ടിരുന്നപ്പം ഒരു കൊച്ചിൻ്റെ കാലൊന്ന് അനങ്ങിയെന്ന്. ഉടനെ ഓടിച്ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, ഒരു കൊച്ചിൻ്റെ ജീവനുണ്ട്, നീ തോന്നിയതാ കൊടുത്തേക്കാൻ പറഞ്ഞു. അമ്മയ്ക്ക് വേണ്ട ക്രിയകൾ ചെയ്യുക. ഇവർ വീണ്ടും വന്ന് നോക്കിയപ്പോൾ കൊച്ചു പിന്നെയും കാല് പറപ്പിച്ചു. അവർ നിർബന്ധിച്ചു കൊണ്ടുവന്ന് ഡോക്ടറെ കാണിപ്പിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി. അങ്ങനെ എടുത്തുകൊണ്ട് പോയി ആ കൊച്ച് രക്ഷപ്പെട്ടു. പണ്ടൊരമ്മ എന്നോട് ചോദിച്ചു, ആ കൊച്ചിപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതുണ്ട്. അതാ ദൈവം പ്രവർത്തിക്കും. മോൻ്റെ വീട് എവിടെയാന്ന് അതാ അമ്മയ്ക്കറിയാം. അല്ല, ഈ ഇടയ്ക്ക് ഇരുന്ന് ഉറങ്ങിപ്പോയത്, അതാ വിഷയമായത്. അപ്പം അങ്ങനെ ജനനത്തിൽ വെച്ച് ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടതാണ്. അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടെ. മാത്രമല്ല, ഞാൻ രക്ഷിക്കപ്പെടാൻ കാരണം സുഖമില്ലാതെ വളരെ പ്രയാസപ്പെട്ടു. ഞാൻ പലയിടത്തും പറയാത്തൊരു സാക്ഷ്യവും കൂടെ അങ്ങ് പറയാം. ഇതെല്ലാം പറഞ്ഞാൽ എന്തിനാ? ഈ കുഞ്ഞുവാനച്ചായൻ്റെ പെങ്ങള് സാറാമ്മ, അവർക്ക് 3500 നിലമുണ്ട്, കൃഷി. അപ്പോൾ ഒരിക്കലേ ഞാനും അമ്മയെല്ലാം കൂടെ കൊയ്യാൻ പോയി. ഞാനും പോയി. എനിക്ക് കൊയ്യാനൊക്കെ അറിയാം. കൊയ്യാൻ മാത്രമാണോ ഉള്ള. അപ്പം അങ്ങനെ പോയ സമയത്ത് ചരിത്രമൊന്നും വിശദീകരിക്കുന്നില്ല, ഒരു പ്രത്യേക പ്രയാസം ഉണ്ടായി. കൊയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ വളരെ ഇടഞ്ഞ് നാടൻ ഭാഷയിൽ പറഞ്ഞാണ് അരുവായൊക്കെ എടുത്ത് വീശി. അവിടെ നിന്നവരെല്ലാം പേടിച്ച്, പിന്നെ എൻ്റെ എങ്ങനെയോ എൻ്റെ കമ്പിനടിച്ചെങ്ങാണ്ട് താഴെ ഇട്ട് കയ്യും കാലും കൂട്ടിക്കെട്ടി, അരുവാൾ കയ്യിലിരിക്കുകയല്ലോ, എന്നാൽ അരിയുകയും ചെയ്യും. കൂട്ടിക്കെട്ടി വലിയ കെട്ടുവെള്ളത്തിനകത്ത് എന്നെ എടുത്തിട്ട് ഇവരെല്ലാം പേടിച്ചു പോയി. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു. രക്ഷയില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റ്, രക്ഷയില്ല. അന്നത്തെ സാഹചര്യം അനുസരിച്ച് പല ചികിത്സയ്ക്ക് വിധേയപ്പെടുത്തി, രക്ഷപ്പെട്ടില്ല. പ്രശ്നമാണ്. അന്നത്തെ വിശ്വാസമനുസരിച്ചും പല കാര്യം ചെയ്തു, ഒരു വിടുതലും നടന്നില്ല. എന്തിനേറെ വിസ്തരിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകുമല്ലോ. സന്ധ്യയ്ക്ക് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ കയ്യിൽ പ്രസാദമുണ്ട്. ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഞാൻ ഷർട്ട് ഒന്ന് വിടുകയല്ല, ഇതുപോലെ ഒരു 2 മുണ്ടുണ്ട്, അത് വിടും, മുണ്ട് കൊടുക്കും. കളഭക്കുറിയുണ്ട്. ഞാൻ കളഭക്കുറിയൊക്കെ അതിൻ്റെയൊക്കെ ചില ക്രമങ്ങളുണ്ട്. തൂരുതിലകൽ ലാഢവലകം വക്ഷസ്ഥലേ കൗസ്തുഭം, അങ്ങനെയൊക്കെ ചില പ്രയോഗമുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പം ഇതെല്ലാം ആയിട്ട് പ്രസാദമൊക്കെ ആയിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ ഇതുപോലൊരു വീടിൻ്റെ മുറ്റത്തൊരു ചെറിയ യോഗം. സുഖമില്ലാതെ വളരെ പ്രയാസപ്പെട്ട സമയം. ചികിത്സകൾ ചെയ്തു, ഭേദമില്ല. അന്നത്തെ വിശ്വാസമനുസരിച്ചും പല കാര്യം ചെയ്തു, വിടുതൽ കിട്ടുന്നില്ല. കയ്യിൽ പ്രസാദമുണ്ട്, കളവക്കുറിയുണ്ട്. അപ്പൊ ദൂരെ നിന്ന് യോഗം ഇങ്ങനെ ശ്രദ്ധിച്ചു. അപ്പൊ ഹൃദയത്തിലൊരു ചിന്ത, ഇവർ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടുമായിരിക്കും. ആരോടും പറഞ്ഞില്ല. അല്പം കഴിഞ്ഞപ്പോൾ ഒരു പയ്യൻ വന്ന പയ്യനോട് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് അങ്ങോട്ട് ചെന്ന് പറയാൻ. അവൻ ചെന്ന് പറഞ്ഞു,
അവിടെയുള്ള ദൈവദാസന്മാർ സാധുക്കളാണ്. ദൈവദാസന്മാരും ദൈവമക്കളും പ്രാർത്ഥിച്ചു, മുന്നോട്ട് വിളിച്ചു. അറച്ചും മടിച്ചുമൊക്കെ. എൻ്റെ അപ്പന് കള്ളുഷാപ്പിലെ ജോലിയാണ്. ദീർഘവർഷങ്ങൾ അദ്ദേഹം യൂണിയൻ തൊഴിലാളിയായിരുന്നു. CIT ഉണ്ട്, യൂണിയൻ തൊഴിലാളിയായിരുന്നു. ഏതാണ്ട് 50-55 വർഷത്തോളം. എൻ്റെ അപ്പൻ്റെ ഒരു പെങ്ങളെ ഉണ്ട്, ശാന്തമ്മയുടെ മോളെ കണ്ട് ഈ ഓട്ടോ സ്റ്റാൻഡിന് തൊട്ടപ്പുറയാണ് കെട്ടിച്ചത്. എല്ലാം വന്നിട്ടുണ്ടോ എന്നറിയത്തില്ല. മനു അളോ വരുമോന്ന് വന്നു. ഈ ഓട്ടോ സ്റ്റാൻഡിന് തൊട്ടപ്പുറ കുളമാട്ടയാണ്. എൻ്റെ അപ്പൻ്റെ മൂത്ത ഒരു പെങ്ങളുണ്ട്, ശാന്തമ്മയ്ക്ക് 2 പിള്ളേരാണ്. അതിൽ മോളായവള് തൊട്ടപ്പുറ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഈ ദൈവദാസന്മാരും ദൈവമക്കളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ശിരസ്സിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു എന്നെ സൗഖ്യമാക്കി. അല്ലാതെ ഇതാരും മതം മാറ്റാനോ സഭ മാറ്റാനോ സംഘടന മാറ്റാനോ ഇന്നത് തരാന്ന് പറഞ്ഞൊന്നും വിളിച്ചതല്ല. യേശു എന്നെ സൗഖ്യമാക്കി. ഇന്ന് രാത്രി അനുഭവത്തിന്റെ വെളിച്ചത്ത് പറയാ, എന്നെ സൗഖ്യമാക്കി യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. പുറമെയുള്ള കണ്ണുകൊണ്ട് കാണാനൊക്കത്തെങ്കിലും ആത്മകണ്ണ് തെളിഞ്ഞവർക്കറിയാം ഇന്ന് രാത്രി നസറിയം വന്നിട്ടുണ്ട്. നീ ഏത് രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തി, മാറാരോഗമോ തീരാവ്യാധിയോ ക്യാൻസറോ ബ്രെയിൻ ട്യൂമറോ ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലമോ എന്തുമാകട്ടെ, സകല രോഗത്തിനും പരിഹാരം തരുവാൻ സൗഖ്യം തരുവാൻ കഴിവുള്ള യേശു ക്രിസ്തു ഇന്ന് രാത്രി കൂടെ വന്നിട്ടുണ്ട്.